നിർണായക തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന എൻ പ്രശാന്ത് IASന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. സസ്പെൻസ് ഒളിപ്പിച്ചുള്ള പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് രാജിയാണോ എന്ന് ചോദിച്ച് കമന്റ് ബോക്സ് നിറയുകയാണ്. അച്ചടക്ക നടപടി നേരിട്ട് 6 മാസത്തിലധികമായി സസ്പെൻഷനിലാണ് പ്രശാന്ത്. ടിൻഡു ദാസ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ടിൻഡു, ഇന്ന് വലിയൊരു സസ്പെൻസ് പൊളിയുകയാണ്. ഇന്നൊരു വലിയ തീരുമാനം എടുക്കുന്നു എന്നുള്ളൊരു തലക്കെട്ടോടു കൂടിയാണ് പ്രശാന്തൻ ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുള്ളത്. മാത്രമല്ല, പുഷ്പങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം ഷെയർ ചെയ്ത പോസ്റ്റിന്റെ താഴെ രാജിയാണോ രാഷ്ട്രീയ പ്രവേശനമാണോ എന്നുള്ള ചോദ്യങ്ങൾ കൊണ്ട് നിറയുകയാണ് അല്ലേ? തീർച്ചയായിട്ടും ദേവിക, എൻ പ്രശാന്ത് IAS കഴിഞ്ഞ 6 മാസമായിട്ട് അച്ചടക്ക നടപടികൾ നേരിട്ടുകൊണ്ട് സസ്പെൻഷനിലാണ്. അപ്പോൾ ഈ 6 മാസം പിന്നിടുമ്പോഴാണ് ഇത്തരത്തിൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കുറിച്ചിട്ടുള്ളത്. നിർണായകമായ തീരുമാനം ഉണ്ടായേക്കും, പുതിയ തീരുമാനങ്ങളിൽ കടന്നേക്കുമെന്ന തരത്തിലുള്ള കൊഴിഞ്ഞ റോസാപ്പൂ ഇതളുടെ ഫോട്ടോ ഉൾപ്പെടെയുള്ള ഒരു പോസ്റ്റാണ് എൻ പ്രശാന്ത് IAS ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വലിയ രീതിയിലുള്ള IAS തലപ്പത്തെ വിവാദങ്ങളൊക്കെ ഉയർത്തിയ സംഭവത്തിന്റെ സാഹചര്യത്തിൽ കൂടിയാണ് എൻ പ്രശാന്ത് IAS ഇത്തരത്തിൽ സസ്പെൻഷൻ തുടരുന്നത്. അതിനിടയിൽ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത്, ഈ സ്ക്രൂട്ടണിംഗ് കമ്മിറ്റി പ്രശാന്തിനെതിരെ സസ്പെൻഷൻ കാലാവധി നീട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു കമ്മിറ്റി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി നീണ്ടേക്കാം. അതോടൊപ്പം തന്നെ ഈ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ എതിരെയായിട്ടുള്ള നടപടിയായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ചീഫ് സെക്രട്ടറിക്കെതിരെയും അതോടൊപ്പം തന്നെ ധനവകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള ജയതിലകിനെതിരെയും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രശാന്ത് കുറിച്ചിരുന്നു. ഇതൊക്കെ തന്നെയായിരുന്നു പ്രശാന്തിനെ പുറത്താക്കാനായിട്ട് അല്ലെങ്കിൽ ചൊടിപ്പിച്ച ഒരു വിഷയം. അതോടൊപ്പം തന്നെ കൃഷി വകുപ്പിലും അതോടൊപ്പം തന്നെ പട്ടിക വകുപ്പിലെ ഉന്നതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ഈ IAS തലപ്പത്തെ പുകച്ചിലുകൾ പുറത്തു വന്നിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് പ്രശാന്ത് ഇത്തരത്തിൽ ഈ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെ ഉന്നത പദവിയിൽ ഇരിക്കുന്നവർക്കെതിരെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത്. അതും പ്രശാന്തിനെ സസ്പെൻഷനിലേക്ക് നയിക്കാൻ ഒരു കാരണമായിരുന്നു. എന്തായാലും പ്രശാന്ത് ആ തീരുമാനം ഇന്നെടുക്കുന്നു എന്നാണ് ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ April 1 ആയതുകൊണ്ട് അത്തരത്തിൽ എന്തെങ്കിലും പോസ്റ്റ് ആണോ എന്നും ഈ പോസ്റ്റിനിടയിൽ കമന്റ് വരുന്നുണ്ട്. എന്തായാലും പ്രശാന്ത് നിർണായക തീരുമാനം എടുക്കുന്നു എന്ന് സമൂഹ മാധ്യമങ്ങളെ കുറിച്ചിരിക്കുന്നു. പലതവണയായിട്ട് പ്രശാന്തിന്റെ തീരുമാനങ്ങളും പ്രശാന്തിന്റെ അഭിപ്രായങ്ങളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് പങ്കുവച്ചിരുന്നത്. VT ബൽറാം അടക്കം അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമന്റ് ചെയ്തിട്ടുണ്ട്. നിരാശപ്പെടുത്തുന്ന തീരുമാനം എന്നടക്കമുള്ള പ്രതികരണങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കൊഴിഞ്ഞ റോസാപ്പൂക്കൾ രാജിയാണോ സൂചിപ്പിക്കുന്നത് എന്നിങ്ങനെയുള്ള സംശയങ്ങളാണ് ഇപ്പോഴും നിഴലിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഫൈനലി ഡിസിഷൻ ഈസ് ടൈം സംതിങ് ലോഡിങ്, അങ്ങനെയാണ് പ്രശാന്ത് ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അവസാനമായിട്ട് എടുക്കുന്ന തീരുമാനം ഇനി IAS സ്ഥാനം രാജിവെച്ചുകൊണ്ട് വേറെന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പോകുന്നുണ്ടോ? പ്രശാന്തിനെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും എപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന ഒരു IAS ഉദ്യോഗസ്ഥരാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ വന്ന ഈ കമന്റിലൂടെ പ്രശാന്തിനോട് വിവരങ്ങൾ അന്വേഷിക്കും. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സൂചനകളൊന്നും പ്രശാന്ത് പുറത്തു വിട്ടിട്ടില്ല. ഒരുപക്ഷെ രാജിയാണെങ്കിൽ അത് വലിയൊരു വാർത്തയായിരിക്കും. ഇനിയിപ്പോൾ April 1 എന്ന് പറയാം. ഇനി അത്തരത്തിലുള്ള എന്തെങ്കിലും തമാശയാണോ എന്നും പ്രശാന്ത് വ്യക്തമായി പറയുന്നില്ല. എന്തായാലും നിർണായകമായിട്ടുള്ള തീരുമാനം ഇന്നെടുക്കുന്നു. അത് എന്ത് തരത്തിലുള്ള കൊഴിഞ്ഞു പോക്കലാണ്? ഇനി വലിയ IAS തലപ്പത്ത് നിന്നും പ്രശാന്ത് കൊഴിഞ്ഞു പോവുകയാണോ, അത്തരത്തിലുള്ള സൂചനയാണോ തരുന്നതെന്നും ഒരു സംശയമൊക്കെ അഭ്യൂഹങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എന്തായാലും പ്രശാന്തിനെതിരെയുള്ള നടപടി അല്ലെങ്കിൽ സസ്പെൻഷൻ കാലാവധി വർദ്ധിപ്പിക്കാനുള്ള ഒരു തീരുമാനം, അത്തരത്തിലൊരു തീരുമാനത്തിലേക്കും ഈ വകുപ്പുകൾ കടക്കുമോ എന്നൊരു കാര്യവും അറിയേണ്ടതായിട്ടുണ്ട്.